ആരാ ചേട്ടൻ എന്താ കരയണേ? കളഞ്ഞതല്ല, ചിരിച്ചതാ. സന്തോഷം കൊണ്ട് ചിരിച്ചതാ. എന്റെ പേര് മായാ മദനൻ. എഴുന്നേക്കാല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. നൈസ് ടു മീറ്റ്. താങ്ക് യു. ഡെയിൻ ഡേവിസ്. മായാ മദനൻ. എനിക്ക് ഈ സന്തോഷം കൊണ്ട് ഈ വേദിയിലോട്ട് ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് വരാൻ വലിയ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. എന്റെ ഭാര്യയ്ക്കും എനിക്ക് തമ്മിലുള്ള ഒരു മനംപുരട്ടലിനെ പറ്റി പറയാമെന്നാണ്. അത് നമ്മുടെ ഇഞ്ചിയില്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല, ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഉപ്പ് കൂട്ടിയിട്ട് കഴിച്ചാൽ മതി. ഇത് മനപ്പരട്ടല്ല. മനപ്പുറത്തല്ലേ പറഞ്ഞേ? ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള മനപ്പൊരുത്തം. മനപ്പൊരുത്തമുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. മതിച്ചേട്ടനും ചേച്ചിയും തമ്മിൽ നല്ല മനപ്പൊരുത്തം ഉണ്ടായിരുന്നു. നമ്മൾ അതിലോട്ട് കടക്കുമായിരുന്നു. മനപ്പൊരുത്തം എന്ന് പറയാ എത്ര? 10-ൽ 8 8-ൽ 10 ചിലപ്പോ 10-ൽ 10 വരും, ചിലപ്പോ പറയാൻ പറ്റൂല. നസീർ കൈ പിന്നെ ചേച്ചി തമ്മിലുള്ള ആ ഒരു മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ അത് 10-ൽ 6. 10-ൽ 6 ഞാൻ 6. മാർക്ക് പോലും അല്ലാന്നല്ലോ. അതെ, ഉണ്ണിമേനോൻ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള നല്ല മനപ്പൊരുത്തം ഉണ്ടായിരുന്നു. എത്ര ഉണ്ട്? ഏകദേശം ഒരു 9 പറയാം. അതൊന്നും അല്ല. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ 10-ൽ 20. ഞാൻ അവൾ എന്ത് മനസ്സ് വിചാരിക്കുന്നു ഞാൻ അതുപോലെ സാധിച്ചു. അതുപോലെ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊരുത്തോ ഞങ്ങളുടെ വീട്ടിൽ. സ്നേഹം തളം കെട്ടി ഒഴുകുന്നു. എന്താടി അങ്ങോട്ട് പറിക്ക്. അതായത് മദനേട്ടൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പം ഒരു കാര്യം മനസ്സിലാലോചിച്ചില്ലായിരുന്നോ? രാവിലെ പല്ല് കേൾക്കുന്ന കാര്യമൊന്നും അതല്ല, എന്തുവായാലും അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടൊന്ന് കാണിച്ചേ. കണ്ണടക്കെ. ഒരു രാജമല്ലി വിടരുന്ന പോലെ എഴുതിയൊരു മുഖം. പരിശ്രദ്ധിക്കണ്ട. ഇതെന്താ ഇത്? പുഷ്പം. അങ്ങനല്ല, പിന്നെ അല്ലാതെ ഈ കുഞ്ചാക്കോ സ്റ്റൈലിൽ ഇങ്ങനെ മുട്ടുകുത്തി വന്നിട്ട് ഈ റൊമാൻസ് ഒക്കെ കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ മുട്ട കുത്തി. വെറുതെ തൊലി കളയാ മുട്ടയില്. അത് എന്നോടാ പറഞ്ഞത്. സ്വന്തം ഷൂവിന്റെ വള്ളി കഴിഞ്ഞാൽ പോലും കെട്ടാത്തവൻ ഉടനെ കുഞ്ഞാങ്ങ് അത് നിക്കങ്ങോട്ടാ. നീ ചൂത് പറഞ്ഞ അങ്ങോട്ട് മേടിക്കാൻ മുട്ട് തീർന്നു. അങ്ങോട്ട് മേടിക്കും. വിരാറ്റിനിപ്പോ ബഹിരാകാശത്താണ്. വിരാറ്റൻ ശാസ്ത്രത്തിനൊന്നും അല്ല. ഞങ്ങളുടെ അമ്പലത്തിൽ പൂരം നടക്കുമായിരുന്നു. പെണ്ണുങ്ങളെ കണ്ടപ്പോ ഇയാളങ്ങ് ഇളകി. ലവിന്റെ ബലൂണിൽ മറ്റേ ഹൈഡ്രജൻ നിറച്ചേ അതിലെ 10 മാറ്റി കയ്യിലങ്ങ് വെച്ചു. അതോടുകൂടി ഒരു ഒറ്റ പോക്കാ പുള്ളി. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. അമ്പലത്തിൽ പൊടി പൊങ്ങുമ്പോ എല്ലാരും മേലോട്ട് നോക്കി ഇയാൾ താഴോട്ട് വരുന്നുണ്ടോ ഓർമ്മയ്ക്കാണോ ഇത്? ഞങ്ങളിവിടെ ഒരു ഗെയിം ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനപ്പൊരുത്തം നോക്കാം നമ്മുടെ ഗസ്റ്റുകളുടെ. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ ഇത്ര സന്തോഷത്തിൽ 10-ൽ 20 പൊരുത്തം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളും കൂടെ സൈഡ് വേണമെങ്കിൽ നിന്നോ. നമുക്കപ്പൊ ഞങ്ങളും വെറുതെ വടി വിഴിഞ്ഞ പോലെ നിൽക്കുന്നുണ്ടാവും സൈഡിൽ. നമുക്ക് എല്ലാവർക്കും മിണ്ടാ നിക്കണം അവിടെ. കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നിയന്ത്രിക്കുമല്ലോ. അപ്പൊ ഞങ്ങളെ പോലുള്ള ലെജൻസിനെ ഒക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ടാസ്ക് തരും, അത് ഡെയിൻ ചെയ്യണം. ഞാൻ ചെയ്യില്ല. അല്ല, ചെയ്യണം. ഇവനാണോ ടാസ്ക്? മീനാക്ഷിയുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? മീനാക്ഷിയെ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ പറയുന്നത്. അതെ, അങ്ങനെ പ്രപ്പോസ് ചെയ്യണം ഡെയിന്. ഈ വാർണം 1000-10,000 അങ്ങനൊക്കെ ഒരു ഡയലോഗ് അറിയാവോ? ഡയലോഗ് ഏത് ഡയലോഗ് എന്ന് പറഞ്ഞു പറയാം. ഹായ് മീനാക്ഷി. ഓ, അന്ത ഡയലോഗ്. ഇത് ഞാൻ ചൊല്ലിയാകണം. അതെ അതെ തന്നെ. യുവർ ടൈം സ്റ്റാർട്ട്സ്. തുടങ്ങിയോ? Hi Meenakshi. Hi. I am Dane. ഞാനിത് ചൊല്ലിയാകണം. നീ അവളോ അഴകില്ലേ? ഇത്ര അഴകില്ലാത്തൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. I think I am hate with you. അയ്യേ, ഇത്ര വൃത്തികെട്ട ഒരു പ്രപ്പോസൽ എന്റെ കരിയറിൽ എനിക്ക് കിട്ടിയിട്ടില്ല.